السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الله. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സൃഷ്ടിക്കുകയും സംവിധാനിക്കുകയും മാർഗദർശനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള സുരക്ഷയും സമാധാനം നിങ്ങളിൽ ഓരോരുത്തരും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ നൂറിലൂടെ ഒരു കാര്യം നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതിപ്രകാരമാണ്: റിജാലും ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ ദിക്രില്ലാഹി വ ഇഖാമിസ് സ്വലാത്തി വ ഈതാഇ സകാത്തി യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ. മനുഷ്യരിൽ ചില ആളുകൾ അള്ളാഹുവെ സ്മരിക്കുന്നതിൽ നിന്നും, നമസ്കാരം മുറ പോലെ നിർവഹിക്കുന്നതിൽ നിന്നും, സക്കാത്ത് നൽകുന്നതിൽ നിന്നും, കച്ചവടമോ ക്രയവിക്രയമോ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല. ഹൃദയങ്ങളും കണ്ണുകളും ഇളകമറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ അത്തരം ആളുകളെ കൂട്ടത്തിലാണ് ഉൾപ്പെടേണ്ടി വരുന്നത്. ഇല്ല എങ്കിൽ ഒരു പോരായ്മതകൾ ഈ പറഞ്ഞ കാര്യങ്ങളിലുണ്ടെങ്കിൽ അത് നികത്തി മുന്നോട്ട് പോകേണ്ട സമയം അടുത്തിരിക്കുകയാണ് എന്ന് എന്നോട് ഉണർത്തുന്നത് പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്. പല വിധത്തിലുള്ള തിരക്കുകൾ മൂലം നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മൾക്ക് സമയം കിട്ടാതെ വരികയും അത്തരം സമയങ്ങളിൽ അങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്തുകൊണ്ട് പിന്നെ തീരെ അങ്ങനെ ആയി തന്നെ പോവുകയും ചെയ്യുന്ന ഒരു പ്രകൃതമാണ് മിക്ക ആളുകളിലും ഉണ്ടാവാറ്. കാരണം ആധുനിക കാലഘട്ടത്തിൽ നമ്മളുടെ ചിന്തയെയും നമ്മളുടെ മനസ്സിനെയും ഡിസ്ട്രാക്റ്റ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ തെറ്റും ശരിയും മനസ്സിലാക്കാനുള്ള ഒരു കാഴ്ചപ്പാട്, അത് നമ്മെ തടയുന്ന, നമ്മൾ കാണാൻ കഴിയാത്ത, നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത, എന്നാൽ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഇബിലീസിനും വലിയൊരു പങ്കുണ്ട് എന്നുള്ളതാണ്. എല്ലാം നൽകിയത് പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹുവാണ്. നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മൾക്ക് നിറവേറ്റി തന്നതും അള്ളാഹുവാണ്. ഏതെങ്കിലും മരത്തിൻ്റെ മുകളിലുള്ള വാടിയ ഒരു ഇല താഴത്തേക്ക് വീഴുന്നത് പോലും അള്ളാഹുവിൻ്റെ നിർദ്ദേശവും അള്ളാഹുവിൻ്റെ കണക്കും ടൈമിങ്ങും അനുസരിച്ചാണ്. നമ്മളുടെ അവിവേകം കൊണ്ട് നമ്മൾ ധരിച്ചു പോന്നിരിക്കുകയാണ് നമ്മളുടെ ഇൻ്റലിജൻസ് കൊണ്ടാണ് നമ്മളിതൊക്കെ നേടിയെടുത്തതെന്ന്. അള്ളാഹു നമ്മൾക്ക് നൽകിയത് കൊണ്ടു നടക്കാനുള്ള ഇൻ്റലിജൻസും ബുദ്ധിയും വിവേകവും നൽകിയതാണ്. അതാണ് നമ്മൾക്ക് ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ലോകത്തിൻ്റെ പകുതിയിലധികം ജയിച്ചു കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് പോലും അദ്ദേഹത്തിൻ്റെ അനുയായികളെ വിളിച്ചു പറഞ്ഞു, ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ശവകുടീരത്തിൻ്റെ എത്തുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ സ്വർണ്ണക്കട്ടി കൊണ്ട് വഴിയുണ്ടാക്കണം. അനുയായികൾ ചോദിച്ചു, എന്തിനാണെന്ന്. ലോകത്തിൻ്റെ പകുതിയിലധികം ജയിച്ചു കീഴടക്കിയ അലക്സാണ്ടർ ദ ഗ്രേറ്റ് ഈ ലോകത്ത് നിന്ന് വിട്ടുപോയത് ഇതൊക്കെ എടുക്കാതെയും കൊണ്ടുപോകാതെയാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നു ഉപജീവനം വളരെ വിശാലമായിരിക്കണമെന്ന്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം നയിക്കുന്ന മേൽപ്പറഞ്ഞ കാര്യങ്ങൾ മുറ പോലെ നടത്തുന്ന ആളുകൾക്ക് അള്ളാഹു കാര്യം എന്താണെന്ന് വെച്ചാൽ അത് സൂറത്തുൻ നൂറിൽ തന്നെ പറയുന്നുണ്ട്. ലിയജിസിയഹുമുല്ലാഹു അഹ്സന മാ അമിലു വയസീദഹും മിൻ ഫദ്ലിഹി വല്ലാഹു യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അള്ളാഹു അവർ പ്രവർത്തിച്ചതിനുള്ള ഏറ്റവും നല്ല പ്രതിഫലം നൽകുവാനും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് അവർക്ക് കൂടുതലായി നൽകുവാനും വേണ്ടിയത്രേ അത്. അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് കണക്കില്ലാതെ നൽകുന്നു. വളരെ കൃത്യവും വ്യക്തവുമാണ്. നമ്മളിലുള്ളതൊക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ്. ആ ഒരു ബോധം
വച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ.